എൻ്റെ ഈശോയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഈ വീഡിയോയിൽ കാണുന്ന പൂവ് ഇലച്ചെടിയാണ്, പൂവല്ല അത്. എങ്കിലും എത്രയധികമായി ആ ഇലയെ അങ്ങ് മൂടി പിടിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ എത്രയധികമായി നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുമെന്നാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ ലഭിച്ചാൽ 7 ദാനങ്ങളും ഫലങ്ങളും വരങ്ങളും നമുക്ക് ഇതിലൂടെ ലഭ്യമാകും. പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോട് ഉത്തരമായി നമുക്ക് പറയാൻ കഴിയണം, പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുമെന്ന്. അതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് വിശുദ്ധ കുർബാനയിൽ എല്ലാ നേതാക്കന്മാരെയും യുദ്ധരംഗത്തുള്ളവരെയും സമർപ്പിക്കാം. അവരിലെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട പ്രകാരം ചെയ്യുവാൻ അനുഗ്രഹം ലഭിക്കണമേ. അതിനായി പരിശുദ്ധാത്മാവിനെ അവർക്ക് സമൃദ്ധിയായി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയത് അവളുടെ വിശ്വാസം കണ്ടിട്ടാണ്. നമുക്കും വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമീൻ. നാം ഇതുവരെ അവശേഷിച്ചതിന് പകരമായി നമുക്ക് ഈ ഗാനത്തിലൂടെ നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയാം. നിശ്ചയം നിശ്ചയം നിശ്ചയം